മക്കളെ പഠിക്കാൻ വിടുമ്പോൾ അവിടെ ഇതുപോലെയുള്ള തന്തയ്ക്ക് പിറക്കാത്തവന്മാരുള്ളത് കൊണ്ട് മക്കൾ മരണപ്പെട്ടു പോയാൽ അത് തൻ്റെ മകൻ്റെ വിധിയാണെന്ന് വിചാരിച്ചിരുന്നോണം എന്നാണ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം പറയുന്നത്. അത് വിധിയാണ്. അവൻ മരിച്ചത് അവൻ അവിടെ പോയത് കൊണ്ടാണ്, അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത് കൊണ്ട് അവർ തല്ലിക്കൊന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? അത് ഷഹബാസിന്റെ ഭാഗത്തല്ലേ പ്രശ്നം? ഷഹബാസ് പോകാൻ പാടില്ലായിരുന്നു, അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ഒരിടത്ത് ഷഹബാസിനെ കൊന്ന പ്രതികൾക്ക് പരീക്ഷ അല്ലെങ്കിൽ +1 പ്രവേശനം നേടിക്കൊടുത്ത ഒരു നിയമ സംവിധാന വ്യവസ്ഥയെ നമ്മൾ എന്ത് പറയണം? ഷഹബാസിന്റെ അച്ഛന് അന്ന് മുതൽ ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് വരെയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ കൂടെ നിൽക്കും. സർക്കാർ കൂടെ നിന്നില്ലെങ്കിലും, സർക്കാരിന് വിശ്വാസക്കുറവൊന്നുമില്ലായിരുന്നു, അവർക്ക് സർക്കാരിന് വിശ്വാസം ഉണ്ടായിരുന്നു. സർക്കാർ കൂടെ നിന്നില്ലെങ്കിലും നീതിന്യായ വ്യവസ്ഥ കൂടെ നിൽക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉറച്ച വിശ്വാസത്തെയാണ് നീതിന്യായ വ്യവസ്ഥ തകർത്ത് കളഞ്ഞത്. കാശ് കൊടുത്താൽ എന്തും വാങ്ങാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ മുൻപേ പറഞ്ഞു, ഇതിനി കേസ് അട്ടിമറിക്കപ്പെടും, കേസ് വേണ്ട രീതിയിൽ അത് വിനിയോഗിക്കപ്പെടത്തില്ല. കുറ്റപത്രം സമർപ്പിച്ച്